രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി അവസാന കേസായി ഫയൽ ചെയ്തിരിക്കുന്നു കോടതി എന്നുള്ളതാണ്. അതിനിടെ രാഹുൽ ഈശ്വറിനെ ACJM കോടതിയിൽ ഹാജരാക്കി. അത് അതിജീവിതയെ അധിക്ഷേപിച്ച കേസിലാണ്. 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെടുന്നു. പ്രവൃത്തിയിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് നോക്കണമെന്നുള്ളതാണ് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഒപ്പം തന്നെ രാഹുൽ ഈശ്വറിന്റെ ഓഫീസ് അടക്കം പരിശോധിക്കണമെന്നും കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായുണ്ട്. ഷഫീദ്, ആദ്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഹർജി അത് അവസാന കേസായി ഫയൽ ചെയ്തു എന്ന് പറയുമ്പോൾ ഏകദേശം എപ്പോൾ പരിഗണിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? നമുക്ക് ആ കേസ് ഉച്ചയോടുകൂടി പ്രതീക്ഷിച്ചാൽ മതിയാവും. കാരണം അവസാന കേസായി പരിഗണിക്കുകയാണ്. അങ്ങനെയാണ് ടേബിൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉച്ച കഴിയും അല്ലെങ്കിൽ ഉച്ചയോട് അടുക്കുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും ആ ഹർജി ഫയലിൽ സ്വീകരിച്ച് വാദം കേൾക്കാനായി കോടതി മാറ്റിയിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുൽ ഈശ്വറിനെ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ ഹാജരാക്കിയിട്ടുണ്ട്. അവിടെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. 3 ദിവസത്തേക്ക് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വേണം എന്നുള്ളതാണ് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത്. രാഹുൽ ഈശ്വറിന്റെ പ്രവൃത്തിയിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് നോക്കണമെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിവരം, രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു എന്നുള്ളൊരു വിവരം അത് വരുന്നുണ്ട്. അത് വലിയ വാർത്തയാണ്. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ നാളെ വൈകിട്ട് 5 വരെ രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പോലീസ് ഉന്നയിച്ചിട്ടുള്ള പലതരത്തിലുള്ള വിവരങ്ങൾ അത് കോടതി പരിഗണിച്ചു, ACJM കോടതി പരിഗണിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. രാഹുൽ ഈശ്വറിന്റെ പ്രവൃത്തിയിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് നോക്കണമെന്നും രാഹുൽ ഈശ്വറിന്റെ ഓഫീസ് അടക്കം പരിശോധിക്കണമെന്നുള്ളതായിരുന്നു കസ്റ്റഡി അപേക്ഷയിലെ പോലീസിന്റെ ആവശ്യം. അതേസമയം രാഹുൽ ഈശ്വറും ഇന്ന് ജാമ്യാപേക്ഷ നൽകിയിരുന്നു. എന്നാൽ അത് പരിഗണിച്ചില്ല. പകരം പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയാണ് പരിഗണിച്ചത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ പെൺകുട്ടിയെ സമൂഹ മാധ്യമങ്ങളടക്കം അധിക്ഷേപിച്ചു എന്നുള്ളതായിരുന്നു രാഹുൽ ഈശ്വറിനെതിരെയുള്ള കേസ്. ആ കേസിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ നാളെ വൈകിട്ട് 5 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഇപ്പോൾ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇനിയുള്ള മണിക്കൂറുകളിൽ രാഹുൽ ഈശ്വറുമായി അന്വേഷണ സംഘം തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ നടത്തും. ഈ രാഹുൽ ഈശ്വറിന്റെ പൗടിക്കോണത്തെ വീട്, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ടെക്നോ പാർക്കിലെ ഓഫീസ് അടക്കമുള്ള കാര്യങ്ങൾ അവിടെയായിരിക്കും തെളിവെടുപ്പ് നടത്തുക. അതേസമയം ഈ പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് രാഹുൽ ഈശ്വറിന്റെ പ്രവൃത്തിയിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് നോക്കണം. കാരണം ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ചില ആരോപണങ്ങൾ അത് രാഹുൽ ഈശ്വറിനെതിരെ അടക്കം പറഞ്ഞിരുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി PR ആരോപണം നടത്തുന്ന ടീമാണ് രാഹുൽ ഈശ്വർ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതടക്കമുള്ള സംശയങ്ങൾ കസ്റ്റഡി അപേക്ഷയിൽ പോലീസും സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ഗൗരവമുള്ള ഒരു വിവരം. രാഹുൽ ഈശ്വറിന്റെ പ്രവൃത്തിയിൽ ഗൂഢാലോചന സംശയിക്കുന്നതായി പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നു. രാഹുൽ ഈശ്വറിന്റെ ഓഫീസ് അടക്കം പരിശോധിക്കണമെന്നും കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പക്ഷേ ഷഫീദ്, ഇതിൽ 3 ദിവസത്തെ കസ്റ്റഡി ആവശ്യമാണ് പോലീസ് ഉന്നയിച്ചത് എന്നാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷേ അതിൽ നാളെ വൈകിട്ട് 5 മണി വരെ എന്ന തരത്തിലേക്കാണ് കോടതി അനുവദിച്ചത്, അല്ലേ? അനുജ, ഉറപ്പായിട്ടും. കാരണം 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇതിനോടകം തന്നെ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഈ സൈബർ കേസിന്റെ ഗ്രാവിറ്റിയെ കുറിച്ച് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഇതൊരു ബലാത്സംഗ ഭ്രൂണഹത്യ കേസാണ്. ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള പരാതിക്കാരിയുണ്ട്. ആ പരാതിക്കാരിയെ സമൂഹ മാധ്യമത്തിൽ ക്രൂരമായി അധിക്ഷേപിച്ചതിനപ്പുറത്തേക്ക് അവർക്ക് പരാതിയുമായി അല്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ പറ്റാത്തത്ര വിധത്തിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി. ഈ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ അത് തെളിയിക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞു എന്നൊക്കെയുള്ളതാണ്. ലോകത്തെവിടെയായ ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.